കള്ളാക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 52ആയി. ദുരന്തം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തെ തുടർന്ന് തമിഴ്നാട് നിയമസഭ സ്തംഭിച്ചു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതിയും രംഗത്തെത്തി. ജുഡീഷ്യൽ കമ്മീഷൻ സംഭവസ്ഥലത്തെത്തി. സേലം, കള്ളാക്കുറിച്ചി മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയിലുണ്ടായിരുന്ന 10 പേരാണ് ഇന്ന് മരിച്ചത്. 130ഓളം പേർ ഇനിയും ചികിത്സയിലുണ്ട്. ഇതിൽ 30 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ചോദ്യോത്തരവേള മാറ്റിവെച്ച് കള്ളാക്കുറിച്ചി ദുരന്തം ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ നിഷേധിച്ചതിനെ തുടർന്ന് തമിഴ്നാട് നിയമസഭയിൽ അണ്ണാഡിഎംകെ MLA-മാർ പ്രതിഷേധിച്ചു. കറുപ്പ് വസ്ത്രങ്ങൾ അണിഞ്ഞാണ് MLA-മാർ സഭയിലെത്തിയത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സഭയിൽ പോസ്റ്ററുകളും ഉയർത്തി. ഇതോടെ MLA-മാരെ സ്പീക്കർ പുറത്താക്കി. அனைத்து இந்திய அண்ணா திராவிட முன்னேற்றக்கூடிய துணைத் தலைவர் திரு உதயகுமார் அவர்களை வேண்டுமென்றே திட்டமிட்டு காவல்துறை அதிகாரிகள் கைது செய்ய முற்படுறாங்க. எந்த விதத்தில நியாயம்? മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് സ്പീക്കർ നടപടി പിൻവലിച്ചു. ദുരന്തത്തിൽ ഇതുവരെ 52 മരണം സംഭവിച്ചതായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. தற்போது இந்த சம்பவம் குறித்து என்னுடைய கவனத்திற்கு வந்த உடனே நான் தீவிர நடவடிக்கை எடுக்க உத்தரவிட்டுள்ளேன். ദുരന്തത്തിൽ രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ മദ്രാസ് ഹൈക്കോടതി നടത്തിയത്. ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത സർക്കാർ മുൻകാല റിപ്പോർട്ടുകൾ പൂഴ്ത്തിയോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വ്യാജമദ്യം തടയാൻ കഴിഞ്ഞ 1 വർഷം എന്ത് നടപടിയാണ് സർക്കാർ എടുത്തത്? സാധാരണ ജനങ്ങളുടെ ജീവന് ആര് ഉത്തരം പറയുമെന്നും സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ദുരന്തത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.